ലഡാക്ക് വിഷയത്തിൽ വലിയൊരു രാഷ്ട്രീയ പോര് തന്നെ നടക്കുകയാണ്. കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുന്നു. ബിജെപിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉമർ ഉന്നയിച്ചത്. വളരെ ലളിതമായി പറഞ്ഞാൽ സ്വന്തം പരാജയങ്ങൾക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് ബിജെപിയുടെ സ്ഥിരം ശീലമാണെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ലഡാക്കിലെ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാന പദവിക്കും ഭരണഘടനാ സംരക്ഷണത്തിനുമായി നടന്ന പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായി. ലേയിൽ ബിജെപി ഓഫീസുകൾക്കും വാഹനങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു. ഈ അക്രമ സംഭവങ്ങളിൽ 4 പേർ കൊല്ലപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ബിജെപി ഈ അക്രമങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹായിക്ക് വരെ സംഘർഷത്തിൽ പങ്കുണ്ടെന്നായിരുന്നു ബിജെപി നേതാക്കളുടെ പ്രധാന വിമർശനം. ഈ ആരോപണങ്ങളെയാണ് ഉമർ അബ്ദുള്ള നേരിട്ട് ചോദ്യം ചെയ്തത്. റിയാസിയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമർ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ലഡാക്കിലെ ഭരണകൂടം ആരുടേതാണ്? ലഫ്റ്റനന്റ് ഗവർണർ നയിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അവിടെ സമാധാനം നിലനിർത്തുന്നതിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ബിജെപി തന്നെയാണ് പരിശോധിക്കേണ്ടത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിരം ശീലം ബിജെപിക്കുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പരാജയപ്പെടുന്നത് ഭരണകൂടമാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സ്വയം പരിശോധിക്കാതെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ചോദ്യം ബിജെപിയുടെ വാദങ്ങളെ പൊളിക്കുന്ന ഒന്നായിരുന്നു. കോൺഗ്രസിന് ലഡാക്കിൽ കലാപം ഉണ്ടാക്കാൻ മാത്രം സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ 2020-ലെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്? ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബിജെപി അല്ലേ? വിഷയങ്ങൾ വഴിതിരിച്ചു വിടാനായി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് ബിജെപി അവസാനിപ്പിക്കണം. കൂടാതെ ലഡാക്ക് ജനത കടുത്ത നിരാശയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2019-ൽ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചപ്പോൾ അത് ആഘോഷിച്ചവർ ഇന്ന് വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾ ജനാധിപത്യപരമായി സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടും ജമ്മു കാശ്മീരിന് ഇപ്പോഴും അത് നൽകാത്തതിൽ തങ്ങൾ എത്രത്തോളം നിരാശരാണെന്ന് കേന്ദ്രം തിരിച്ചറിയണം. 2019-ന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കേന്ദ്ര സർക്കാർ ആത്മാർത്ഥമായി വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലഡാക്ക് ജനത നിയമം കയ്യിലെടുക്കരുതെന്നും സമാധാനത്തിന്റെ വഴി പിന്തുടരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം കോൺഗ്രസിന് പിന്തുണ നൽകിയ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ NGOയുടെ വിദേശ സംഭാവന ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. അക്രമങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്നാരോപിച്ചാണ് കേന്ദ്രത്തിന്റെ നടപടി. ഈ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കിടയിലും ലഡാക്കിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.